കേരള വിഷൻ ന്യൂസ് തൃശൂർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പന്തം സംഘടിപ്പിച്ച് നെടുമങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പോലീസിലെ ക്രിമിനൽ വൽക്കരണം തടയുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടെന്നും വിമർശനം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സംഗമവും കായക്കൽ ആദരവും സംഘടിപ്പിച്ച് തിരുനാവായ കൾച്ചറൽ ഫൗണ്ടേഷൻ. കാരമ്പത്തൂർ AUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായ കാരക്കൽ അലി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ദിവസവേതന വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ചാലക്കുടി വാഴച്ചാൽ വനം ഡിവിഷൻ ഓഫീസുകളുടെ മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി വാച്ചർമാർ. ശമ്പളം ലഭിക്കാതായിട്ട് 6 മാസം. കാട്ടാക്കട തൂങ്ങാപ്പാറ ജംഗ്ഷന് സമീപം സ്കൂട്ടറുകളിലേക്ക് ഓട്ടോ ഇടിച്ചു കയറി അപകടം. ഇരു സ്കൂട്ടറിലെയും യാത്രക്കാരായ സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഓട്ടോ അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി കസ്തൂർബ ട്രസ്റ്റ്, സർവോദയ മണ്ഡലം, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു. അധ്യാപക ദിനാഘോഷ പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M. പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പറവൂർ മൂത്തകുന്നം ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ്. MP ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് വാങ്ങിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ഹൈബി ഈഡൻ MP നിർവഹിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ BJPയിൽ. ജഡേജയുടെ ഭാര്യയും ജാംനഗർ MLAയുമായ റിവാബ ജഡേജയാണ് വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഇരുവരുടെയും BJP മെമ്പർഷിപ്പ് കാർഡുകൾ ഉൾപ്പെടെയാണ് റിവാബയുടെ പോസ്റ്റ്. കോട്ടയം ചങ്ങനാശ്ശേരി മദർ തെരേസയുടെ 27ാം അനുസ്മരണ സമ്മേളനവും കാരുണ്യ സ്പർശം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി 4 കോടി പുതുജീവൻ കാരുണ്യാലയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിരൂപത വികാരി ജനറൽ ഡോക്ടർ വർഗീസ് താനമാവുങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണപ്പൂക്കളത്തിനുള്ള ബന്ദിപ്പൂ കൃഷിയുമായി ആലപ്പുഴ ചമ്പക്കുളം പഞ്ചായത്ത്. പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അഴീക്കോട് മത്സ്യബന്ധനത്തിന് പോകവെ കടലിൽ കുടുങ്ങിയ 45 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ. മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചതോടെയാണ് ഇവർ കടലിൽ കുടുങ്ങിയത്. വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചതോടെ സംഘം തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊല്ലം ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള പൂക്കൃഷി നിറപ്പൊലിമയ്ക്ക് തുടക്കം. പാലവിള വാർഡിലെ സ്വർഗം സംഘകൃഷി ഗ്രൂപ്പാണ് ഒരേക്കറിൽ ബന്ദിപ്പൂ കൃഷി ഒരുക്കുന്നത്. ഉദ്ഘാടനം GS ജയലാൽ MLA നിർവഹിച്ചു. ശ്രദ്ധ ക്ഷണിക്കൽ സമരവുമായി പെരുവല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി. സമരം പെരുവല്ലൂർ എളവള്ളി റോഡിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ പ്രഖ്യാപിച്ച ക്യാമറയും വലയും സ്ഥാപിക്കണമെന്നും ആവശ്യം. പെരുവല്ലൂർ കരിക്കൽ ക്വാറിക്ക് സമീപം നടത്തിയ സമരം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനത്തിൽ പ്രധാന അധ്യാപികയെ അനുമോദിച്ച് പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ. ആദരത്തിന് അർഹയായത് 26 വർഷമായി അധ്യാപന വൃത്തിയിൽ തുടർന്ന ചെമ്മാപ്പള്ളി ALPSലെ പ്രധാന അധ്യാപിക ബിന്ദു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡ്രൂ തൊറയൻ ഷോൾ അണിയിച്ച് അനുമോദിച്ചു. തിരുവനന്തപുരത്ത് കേരള വിഷൻ കേബിൾ TV ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് പാലോട് മീൻമുട്ടി സ്വദേശി ബിനുകുമാർ. പ്ലാമൂട് സ്കൈലാർക്ക് കേബിൾ TV ജീവനക്കാരനായിരുന്നു. പോസ്റ്റിൽ ഏടി ചാരി കേബിൾ വയർ കണക്ട് ചെയ്യുന്നതിനിടെ ഒപ്റ്റിക്കൽ ഫൈബർ 11 kV ലൈനിൽ കുരുങ്ങിയായിരുന്നു അപകടം. ചങ്ങരക്കുളം ഒതളൂർ സ്വദേശിയായ യുവാവിനെ കോക്കൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മണിയാറം കുന്നത്ത് ഷംസുദ്ദീൻ. ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിൽ. ജീവൻ ഒടുക്കിയതിന് പിന്നിൽ കുടുംബ വഴക്കെന്ന പോലീസ്. ഓണം പ്രമാണിച്ച് പായസമേളയുമായി പാലാ ഹെറിറ്റേജ് കൾച്ചറൽ സൊസൈറ്റി. ഇന്ന് മുതൽ 15 വരെയാണ് പായസമേള. മാണി C കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ചെറുപുഴ നെച്ചിമറ്റത്തിൽ ശശിധരൻ അന്തരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സെക്രട്ടറി NS സന്തോഷിന്റെ പിതാവാണ്. സംസ്കാരം നാളെ. ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ പഞ്ചായത്തിൽ ലൈഫ് സേവിംഗ്സ് ടിപ്സ് പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലനം കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിൽ വിജിലൻസ് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തകഴി സ്റ്റേഷൻ ഓഫീസർ S. സുരേഷ്, S. വിധു, VP പ്രിൻസ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി.